ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് മനാഫിന്റെ നീക്കങ്ങൾ നിഗൂഢമായിരുന്നു. ഇപ്പോൾ അതിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് BJP. മനാഫിനെ അറസ്റ്റ് ചെയ്യണമെന്നാണ് BJP നേതാവ് ശ്രീകാന്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു വലിയ ഗൂഢാലോചന അതിൻ്റെ പുറകിലുണ്ട്. അത് എന്താണെന്ന് പുറത്തു കൊണ്ടുവരണം. ഈ ധർമ്മസ്ഥലയ്ക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് കെട്ടിച്ചമച്ച കഥകളുമായിട്ട് വന്ന് വലിയ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കിയതാണ്. അതൊരു വലിയ കലാപത്തിലേക്ക് നീങ്ങുമായിരുന്നു. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും കർണാടക സർക്കാരിൻ്റെയും കർണാടക പോലീസിൻ്റെയും സമയോചിതമായ ഇടപെടൽ, അല്ലെങ്കിൽ സത്യസന്ധവും സുതാര്യവുമായ ഇടപെടൽ ആ വലിയൊരു കലാപത്തിലേക്ക് ആ നാട് പോകുന്നതിൽ നിന്ന് അതിനെ രക്ഷിച്ചു. അതാണ് സത്യം. ഏതാനും വ്യക്തികൾ വളരെ കൃത്യമായി മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി ഹോംവർക്ക് ചെയ്ത് രംഗത്തെത്തുകയായിരുന്നു. അത് വളരെ ആസൂത്രിതമായിരുന്നു എന്നുള്ളത് അതിൻ്റെ ഓരോ ചുവടുവയ്പ്പിലും നമ്മൾ കണ്ടു. പക്ഷേ ഈ കള്ളം 100 ആവർത്തി കഴിഞ്ഞാലും അത് സത്യമാക്കാൻ സാധിക്കില്ല. അതിനെ ഈ പറയുന്നത് പോലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അതിൽ നിന്നൊരു വലിയ ചൂഷണം, മുതലെടുപ്പ് നടത്താൻ സാധിക്കില്ല എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞു. ഈ ധർമ്മസ്ഥലയിലെ ഈ ഒരു വ്യാജ ആരോപണങ്ങളുടെ ചുവട് പിടിച്ച് നടന്ന ഈ പറഞ്ഞ അന്വേഷണവും ഭൂമി കുഴിക്കലും ഒക്കെ തെളിയിച്ചത് അതാണ്. ഇവിടെ ഈ മനാഫ് യൂട്യൂബറാണ്, നമുക്കറിയാം. നേരത്തെ തന്നെ ഒരു വിവാദത്തിൽ പെട്ടയാളാണ്. അയാളുടെ ലോറി ഓടിച്ചിരുന്ന ഡ്രൈവറിൻ്റെ കുടുംബത്തെ ഈ മനാഫ് എങ്ങനെയാണ് ഇരയാക്കിയതെന്നും വേട്ടയാടിയതെന്നും അവരെക്കുറിച്ച് ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. മനാഫിനെതിരെ കുടുംബം ഒരു വാക്ക് ഉച്ചരിച്ചതേ ഉള്ളൂ. പിന്നീട് നാം കണ്ടത് സൈബർ ആക്രമണമായിരുന്നു. അവർക്കെതിരായി സംഘടിതമായ സൈബർ ആക്രമണം. എന്തായാലും ആ മനാഫാണ്. ഈ മനാഫ് പറഞ്ഞത് എന്താണ്? ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല, 5 മാസം മുമ്പ് തുടങ്ങിയതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിന് എത്ര നാളത്തെ പഴക്കമുണ്ട് ഈ ഗൂഢാലോചനയ്ക്ക്, ഈ ആസൂത്രിത ശ്രമങ്ങൾക്ക്? ഇതൊരു നിസ്സാര കാര്യമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ധർമ്മസ്ഥലയെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ നമ്മൾക്ക് വലിയ അഭിമാനം തോന്നുകയാണ്. കാരണം ആ ഒരു ട്രസ്റ്റിൻ്റെ കീഴിൽ ആയിരക്കണക്കിന് സ്വയം സഹായ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീ ശാക്തീകരണ ലക്ഷ്യമിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. ഈ സ്ത്രീകളുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും അവരുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും വരുന്ന പ്രശ്നങ്ങളും ഒക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് അവരെ സാമ്പത്തികമായും അല്ലാതെയും ശാക്തീകരിക്കുന്നതിന് വേണ്ടി, സമ്പത്ത് ഏത് വ്യക്തിയുടെയും ശാക്തീകരണത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ്. അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നാണ് സമ്പത്ത്. അപ്പോൾ അങ്ങനെ സാമ്പത്തികമായിട്ട് അവരെ സഹായിച്ച് സ്വയം ശാക്തീകരിക്കാൻ സാധ്യതകൾ, അവസരങ്ങൾ, സാഹചര്യം ഒക്കെ ഒരുക്കുന്ന ഒരു ട്രസ്റ്റിനെതിരെയാണ് ഈ ആക്ഷേപമൊക്കെ ഉയർന്നത്. അതെങ്ങനെ 100 കണക്കിന് പെൺകുട്ടികളെ, യുവതികളെ ബലാത്സംഗം ചെയ്ത് കൊന്ന് കുഴിച്ചിട്ടിരിക്കുന്നു. ആരും ഞെട്ടിപ്പോവും. 400-ലധികം സ്ത്രീകളെ കുഴിച്ചിട്ടു എന്നാണ് ഈ കുഴിച്ചിട്ട ഒരാൾ വന്ന് പറയുകയാണ്, ഞാനാണ് കുഴിച്ചിട്ടത്, എന്നെ കൊണ്ടാണ് ഇതെല്ലാം കുഴിച്ചിടിപ്പിച്ചത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും വിശ്വസിക്കും, അല്ലേ? പക്ഷേ ഈ മണ്ണ് മാന്തി ഒരു പരുവമായതല്ലാതെ അവിടെ എങ്ങും ഈ പറയുന്ന ഒരു ഇതും കിട്ടിയില്ല. ഇയാൾ രംഗത്ത് വരുന്നത് ഒരു തലയോട്ടിയുമായിട്ടാണ്. ആ തലയോട്ടി സ്ത്രീയുടേതല്ല, പുരുഷൻ്റേതാണ് എന്നൊരു പ്രാഥമിക നിഗമനം വന്നു. എന്ന് മാത്രമല്ല, അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മണ്ണ് ഈ ധർമ്മസ്ഥലയിലെ മണ്ണല്ല എന്ന് ഫോറൻസിക് പരിശോധനയിൽ തെളിഞ്ഞു. അങ്ങനെയാണ് പോലീസ് വളരെ കൃത്യമായിട്ട് ഇതൊരു ഗൂഢാലോചനയാണ്, ഇതൊരു ആസൂത്രിത നീക്കമാണ്, കലാപമുണ്ടാക്കലാണ് ഇതിൻ്റെ ലക്ഷ്യമെന്ന് തിരിച്ചറിഞ്ഞ് പോലീസ് ചുവട് മാറ്റിയത്. പോലീസിനെ സംബന്ധിച്ച് സത്യം തെളിയിക്കുക എന്നുള്ളതാണ്. അവർ വളരെ കൃത്യമായിട്ട് കൂടുതൽ ആഴങ്ങളിലേക്ക് പോയി പരാതിക്കാരനെക്കുറിച്ചും ഈ മൊഴി കൊടുക്കുന്ന ആൾക്കാരെക്കുറിച്ചും ഇത് പ്രചരിപ്പിക്കാൻ രംഗത്ത് വന്ന യൂട്യൂബർമാരെക്കുറിച്ചും ഒക്കെ പോലീസ് അന്വേഷിച്ചു. ഇവിടെ നമ്മുടെ ചില ചാനലുകൾ ധർമ്മസ്ഥലയല്ല, അത് അധർമ്മസ്ഥലയാണ് എന്നും പറഞ്ഞ് രംഗത്ത് വന്നു, അല്ലേ? വളരെ വ്യാപകമായിട്ടാണ് ഇതിനെതിരെ പ്രചാരണം നടത്തിയത്. ആളി കത്തിക്കുകയായിരുന്നു. എന്തായി? ഇപ്പോൾ ആ വീഡിയോ എല്ലാം പിൻവലിക്കുകയാണ് യൂട്യൂബിൽ നിന്നും മറ്റുമൊക്കെ ഈ മെയിൻ സ്ട്രീം ചാനലുകൾ. മനാഫിനെയും കാണാനില്ലല്ലോ. മനാഫിനെ 2 ദിവസമായിട്ട് മനാഫിനെ കുറിച്ച് ഒരു അറിവുമില്ല. മനാഫ് ഒന്നും മിണ്ടുന്നില്ല. ഞാൻ മനസ്സിലാക്കിയത് മനാഫ് വലിയ വെല്ലുവിളികൾ ഉയർത്തി. ഇത് അനുവദിക്കില്ല, ഇത് ഞങ്ങൾ കൃത്യമായിട്ടും ഇതിൻ്റെ
സത്യം പുറത്തു കൊണ്ടുവരും. നീതി വാങ്ങിക്കൊടുക്കും. ഇരകൾക്ക് നീതി വാങ്ങിക്കൊടുക്കും. ഈ ഇര എന്നും പറഞ്ഞു വന്ന ഒരു സ്ത്രീ അവർക്ക് തൻ്റെ സ്വന്തം മകളെ കാണാതെയായി 20 വർഷമാകുന്നു, 20 വർഷത്തിൽ കൂടുതലാകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പരാതി കൊടുത്തിട്ട് പോലീസ് അന്വേഷിച്ചില്ല, കേസ് അട്ടിമറിക്കുകയായിരുന്നു. എന്തൊക്കെയാണ് ഇപ്പോൾ ആ സ്ത്രീ വന്ന് പറയുകയാണ്, അയ്യോ അല്ല, ഇതെല്ലാം വ്യാജമാണ്, എനിക്ക് അങ്ങനെ ഒരു മകളില്ല. നോക്കൂ, ഒരമ്മ ഈ സ്വന്തം മകളെ നഷ്ടപ്പെട്ടാൽ ഇങ്ങനെ വെറുതെ ഇരിക്കുമോ ഈ 20 വർഷം? തീർച്ചയായിട്ടും അവർ കോടതിയിൽ പോവില്ലേ, അന്വേഷിക്കില്ലേ? അങ്ങനെ മകളെ കാണാതായി എന്നും പറഞ്ഞ് നിരന്തരം, നമ്മളൊക്കെ ആണെങ്കിൽ നിരന്തരം പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങും അല്ലേ, എന്തെങ്കിലും ഒരു വിവരം കിട്ടാൻ, ജീവിച്ചിരിപ്പുണ്ടോ എന്നെങ്കിലും ഒന്ന് അറിയാൻ. ഇത് 20 കൊല്ലം അവർ സുഖിച്ച് ജീവിക്കുകയായിരുന്നു, ഒരു പ്രശ്നവുമില്ല. മകളെ കാണാതായി, ആ മകൾ എങ്ങോട്ട് പോയി ഉത്തരമില്ല. ഈ 20 കൊല്ലം ഒരു അനക്കവുമില്ലാതെ ഇരുന്നിട്ട് ഇപ്പോൾ രംഗത്ത് വന്ന് പറയുകയാണ്, എൻ്റെ മകളെ കാണാതായി, അത് ധർമ്മസ്ഥലയിൽ വെച്ചാണ് കാണാതായത്. അവിടെ അങ്ങനെ ക്ഷേത്രത്തിൽ തൊഴുതിട്ട് ദർശനം നടത്തി അവിടെ പ്രാർത്ഥിച്ചിട്ട് പുറത്തിറങ്ങിയപ്പോഴാണ് കാണാതായതെന്ന് വരെ പറഞ്ഞു. എന്തൊക്കെ നീച എന്താ പറയണ്ടേ പദ്ധതികളാണ് ഇവർ ഒരുക്കിയിരുന്നതും നടപ്പാക്കിയതും. എന്തൊക്കെ കള്ളങ്ങൾ പറഞ്ഞു, ഒന്നൊന്നായി പൊളിഞ്ഞു വീണു കള്ളങ്ങൾ മുഴുവനും. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ BJP ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ധർമ്മസ്ഥല കേവലം തെക്കൻ കർണാടകത്തിലെ ഒരു പ്രദേശത്ത് മാത്രമല്ല അതിൻ്റെ പ്രഭാവം നിലനിൽക്കുന്നത്. ഇങ്ങ് കാസർഗോഡും കണ്ണൂരുമുള്ള ആൾക്കാർ വരെ അവിടെ ദർശനത്തിന് പോകുന്നു, അവിടുത്തെ സഹായം സ്വീകരിക്കുന്നു. പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികൾക്ക് അവരെ വിവാഹം കഴിപ്പിക്കാനുള്ള സഹായം കൊടുക്കുന്നുണ്ട് ഈ ട്രസ്റ്റ്. ഞാൻ പറയുന്നത് അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെന്ന് തന്നെ പറയണം, അത് ആര് ചെയ്താലും. അത് നമ്മുടെ ഈ കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ വരെ വ്യാപിച്ച് കിടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ സഹായം നേടിയ ആൾക്കാർ ഈ എന്താ പറയുക, ആപത്ഘട്ടത്തിൽ കിട്ടുന്ന ഒരു കച്ചിത്തുരുമ്പാണ്. ആ കച്ചിത്തുരുമ്പിൽ മനുഷ്യൻ പിടിക്കും. അങ്ങനെ പിടിച്ച് ആ സഹായം ലഭിച്ച് സ്വന്തം ജീവിതം ഈ പറയുന്നത് പോലെ ഒരു വലിയ നടുക്കടലിൽ അകപ്പെട്ട് കാറ്റിലും കോളിലും പെട്ട് തകർന്നു പോകുന്ന ഒരവസ്ഥയിൽ നിന്ന് ഒരു ചെറിയ കച്ചിത്തുരുമ്പ് പിടിച്ച് രക്ഷപ്പെട്ട് വന്ന ആൾക്കാർക്ക് ഇത് സഹിക്കാൻ പറ്റും? അവർ വെറുതെ ഇരിക്കുന്നു. അങ്ങനെയുള്ള നൂറുകണക്കിന് ആൾക്കാർ ഈ കൊച്ചു കേരളത്തിൽ പോലും ഉണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ വടക്കൻ അതിർത്തിയിലെ നിരവധി ആൾക്കാർക്ക് ഇതിൻ്റെ ഗുണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഗൂഢാലോചന വളരെ കൃത്യമായിട്ട് അന്വേഷിച്ച് പോലീസ് അത് പൊളിച്ചു കഴിഞ്ഞപ്പോൾ ഈ മാസ്ക് മാൻ എന്നറിയപ്പെടുന്ന ഈ മുഖം മൂടിക്കൊണ്ട് വന്ന ഈ സാക്ഷിയുണ്ടല്ലോ, മൃതദേഹം കുഴിച്ചിട്ടു എന്ന് പറയുന്ന സാക്ഷി, ആ സാക്ഷി പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും തെറ്റാണെന്നും യാതൊരു തെളിവുകളും അതിന് ഇല്ലെന്നും അതിനൊരു അടിസ്ഥാനമില്ലെന്നും വ്യാജ ആരോപണങ്ങളുമാണെന്ന് തിരിച്ചറിഞ്ഞ് സാക്ഷിക്ക് കൊടുത്ത പരിരക്ഷ കോടതിയിൽ പോയി കോടതിയെ ബോധ്യപ്പെടുത്തി ആ പരിരക്ഷ ഒഴിവാക്കി പോലീസ് അറസ്റ്റ് ചെയ്തു. മനാഫിനെ പക്ഷെ കാണാനില്ല. മനാഫ് എവിടെ പോയി? മനാഫ് എങ്ങോട്ട് മുങ്ങി? മനാഫ് 24 മണിക്കൂറും യൂട്യൂബിൽ നിറഞ്ഞു നിന്ന ആളാണല്ലോ, എവിടെ പോയി? അപ്പോൾ ഈ ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് ഉത്തരം കിട്ടണം. അവിടെ മനാഫ് അല്ല, ആരാണെങ്കിലും, മനോജ് ആണെങ്കിലും മനാഫ് ആണെങ്കിലും മാത്യു ആണെങ്കിലും ശരി, പറഞ്ഞ പോലെ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം. അത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന കാര്യമാണ്. പൗരന്മാർ നിയമം പാലിക്കുകയാണ് ചെയ്യേണ്ടത്, നിയമം ലംഘിക്കുകയല്ല ചെയ്യേണ്ടത്. നിയമലംഘനം ആര് നടത്തിയാലും അത് കുറ്റകൃത്യമാണ്. കൃത്യമായിട്ട് അത് അന്വേഷിക്കണം. മനാഫ് ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യണം. ഇവരുടെ പുറകിൽ ആരാണ് ഈ ഗൂഢാലോചനയുടെ പ്രേരണ, ഇതിൻ്റെ സ്രോതസ് ഒക്കെ വെളിച്ചത്ത് വരണം. അല്ലാതെ ഇത് വ്യാജ ആരോപണമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ഫയൽ മടക്കി അങ്ങ് കളയുന്ന പതിവ് ഇനി വേണ്ട. ഇത് വളരെ കൃത്യമായിട്ട് ഒരു വലിയ ഒരു ചാരിറ്റി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന് നേരെ ഒരു വലിയ ഗൂഢാലോചന നടന്നിരിക്കുകയാണ്. അതൊരു കാരണവശാലും അത് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല. ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അന്വേഷിച്ച് കുറ്റവാളികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് കർണാടക BJP മാത്രമല്ല കേരളത്തിലെ BJPയും രംഗത്ത് വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ചും കാസർഗോഡുള്ള നേതാക്കൾ അവർ വളരെ ശക്തമായിട്ട് ആവശ്യവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. കേരള പോലീസിനും ഈ കേസ് അന്വേഷിക്കാം. കാരണം കേരളത്തിലുള്ള ഒരാളാണ് യൂട്യൂബിലൂടെ ഇതിനെക്കുറിച്ച് പ്രചാരണം നടത്തിയത്. കേരളത്തിലെ ചാനലുകളാണ് ഇതിനെതിരെ ഈ വ്യാജ പ്രചാരണത്തിന് കൊടപിടിച്ചത്. അതുകൊണ്ട് കേരളത്തിലെ പോലീസിനും പരാതി ലഭിച്ചാൽ
പരാതി ലഭിക്കാതെ തന്നെ ഇതൊക്കെ അന്വേഷിക്കാം. പക്ഷെ ആരെങ്കിലുമൊക്കെ BJP പരാതിപ്പെട്ടാൽ തീർച്ചയായിട്ടും അവർക്ക് അന്വേഷിക്കാം. കാരണം കേരളത്തിലെ ചാനലുകൾക്കും ഇതിൽ പങ്കുണ്ട് എന്ന് സംശയിക്കുന്നു. അതുകൊണ്ട് ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ല. വളരെ കൃത്യമായിട്ട് അന്വേഷിച്ച് യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരേണ്ടതാണ്.